അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ് വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. എനിക്കെല്ലാം തന്നത് അല്ലാഹുവാണ്, നമ്മൾ അംഗീകരിച്ചു അല്ലേ? മൊബൈലും വണ്ടിയും സമ്പത്തും മുതലും മക്കളും ഭാര്യയും എല്ലാം തന്നത് റബ്ബാണ്, നമ്മൾ അംഗീകരിച്ചു. പക്ഷേ അല്ലാഹു തന്നതിൽ അല്ലാഹു തന്നെ തീരുമാനം പറയാണ്. മക്കൾക്ക് പൈസ കൊടുക്കുമ്പോൾ നമ്മൾ പറയൂലേ, മോനെ സിസ്റ്റർ വാങ്ങില്ല പറയൂ. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പാമ്പരകൊന്നും വാങ്ങല്ല, മതൊന്നും വാങ്ങല്ല, ബസ്സിനുള്ള ടിക്കറ്റാണ്, പിന്നെ 2 രൂപ ഒരു 5 രൂപ ബാക്കിയുണ്ട്, അതൊരു ഐസ് കൂടി വാങ്ങിക്കോ നമ്മൾ പറയും. അത് നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള കണക്കാണ്, അതുപോലെ അല്ലാഹു നമ്മൾക്ക് നൽകിയ മുതലേ അല്ലാഹു നമ്മോട് പറയാണ് വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. എന്റെ മുതൽ ഉപയോഗിച്ച് ദുനിയാവിൽ ഫസാദ് ഉണ്ടാക്കല്ല. എങ്ങനെയാണ് ഫസാദ് ഉണ്ടാകുന്നത്? വാട്സപ്പിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു അന്യ സ്ത്രീയോട് ചാറ്റ് ചെയ്താൽ ഫസാദാണത്. വാട്സപ്പിൽ ഇരുന്നു കൊണ്ട് എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പെങ്ങന്മാരോട് വേറൊരാൾ ചാറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ച ചോദ്യമാണ് എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത്. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചോദിച്ച അതേ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ ഉമ്മമാരോട് വേറെ ആരെങ്കിലും വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണോ? ആണോ? ഇഷ്ടമുള്ള ആളൊന്നും കൈപൊക്കിയ. ഉമ്മമാരോട് വേറൊരാൾ ചാറ്റ് ചെയ്യുന്ന എനിക്ക് കുഴപ്പമില്ല അഭിപ്രായമുള്ള ആൾ കൈപൊക്കിയ. ആരുമില്ല, അത് പൊക്കൂല്ല. എന്നാ അടുത്ത ചോദ്യം ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞ് മക്കളുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ മധുര 17കാരിയായ പെൺമക്കളോട് വേറെ ഏതെങ്കിലും മന്യ പുരുഷന്മാര് ചാറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണോ? കൈപൊക്കട്ടെ. കുഴപ്പമില്ലാത്ത ആളുകൾ കൈപൊക്കട്ടെ. ഇല്ല. നിങ്ങളുടെ സഹോദരന്മാരോട്, നിങ്ങളുടെ പെങ്ങന്മാരോട് എത്രയെത്ര പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ക്യാമ്പസിന്റെ കലാലയങ്ങളിൽ വായ നോക്കികളായ ആളുകൾ വൈകുന്നേരം വണ്ടിയും എടുത്തിട്ട് പോയിട്ട് സുന്ദരിയായ പെണ്ണ് കിടന്നു പോകുമ്പോ ആ പെണ്ണിനോട് കമന്റ് അടിച്ചതിന്റെ പേരിൽ ഇവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. കൊലപാതകങ്ങൾ. എന്റെ പെങ്ങളോട് നീ ആരാ സംസാരിക്കാൻ? എന്റെ പെങ്ങളോട് സംസാരിച്ചത് എന്തിന്? എന്റെ പെങ്ങളെ എന്തിനാണ് പ്രണയിക്കുന്നത്? എന്റെ പെങ്ങളെ പിന്നാലെ പോവല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാടുകളിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, നമ്മുടെ നാടുകളിൽ അടിപിടി നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പെങ്ങളെ തൊടുമ്പോൾ നമ്മൾക്ക് നോവിക്കാറുണ്ട്, നമ്മുടെ ഉമ്മമാരെ തൊടുമ്പോൾ നമ്മൾക്ക് നോവിക്കാറുണ്ട്, നമ്മുടെ മക്കളെ തൊടുമ്പോൾ നമ്മൾക്ക് നോവിക്കാറുണ്ട്. ഇനി ആലോചിക്കുക എന്റെ ചെറുപ്പക്കാരാ, നമ്മൾ ചാറ്റ് ചെയ്യുന്ന പെൺകുട്ടിയുണ്ടല്ലോ, ആരുടെയെങ്കിലും ഉമ്മയായിക്കൂടെ? അവർക്കുണ്ടാകുന്ന വിഷമം എത്രയായിരിക്കും? ആരെയെങ്കിലും മകളായിക്കൂടെ? അവർക്കുണ്ടാകുന്ന വിഷമം എത്രയായിരിക്കും? ആരുടെയെങ്കിലും പെങ്ങളായിക്കൂടെ? അവർക്കുണ്ടാകുന്ന വിഷമം എത്രയായിരിക്കും? എത്ര കല്യാണം കഴിഞ്ഞവരോടാണ് ചാറ്റ് ചെയ്യുന്നത്? കല്യാണം കഴിഞ്ഞവർ വേറെ, കല്യാണം കഴിയാത്തവർ വേറെ. നമ്മുടെ ചെറുപ്പക്കാരുടെ മൊബൈൽ ഫോൺ എടുത്തു നോക്കിയാൽ കോഡ് ഭാഷകളിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള 1 2 അല്ല 5 10 കാമുകിമാരുടെ നമ്പറുകളുണ്ട്. ആ നമ്പറുകളിൽ കല്യാണം കഴിഞ്ഞവരുണ്ട്, കല്യാണം കഴിഞ്ഞ് ഡിവേഴ്സ് ആയവരുണ്ട്, കുട്ടികളുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, കല്യാണം കഴിയാത്തവരുണ്ട്. എന്തിനാണ് വെറുതെ കുടുംബങ്ങളിൽ ഫസാദ് ഉണ്ടാക്കുന്നത്? എന്തിനാണ് വെറുതെ കുടുംബങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്? എന്തിനാണ് ഒരു മാതാവിന്റെ കണ്ണുനീര് കുടിക്കുന്നത്? വേണ്ട ചെറുപ്പക്കാരാ, എന്റെ സഹോദരി, വേണ്ട. ഹറാമിൽ നിന്ന് വളർന്ന എല്ലാം നരകത്തിലേക്കാണ്. ഹറാമ് കൊണ്ട് വളർന്ന പ്രണയമാണെങ്കിൽ പ്രണയ വിവാഹങ്ങൾ എന്തേ സക്സസ് ആവാത്തത്? എന്തേ പ്രണയ വിവാഹങ്ങൾ വളരെ മനോഹരമായ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്? നമ്മുടെ കേരളക്കരയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു കൗൺസിലർ വെല്ലുവിളിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു പ്രണയ വിവാഹം പ്രശ്നങ്ങളില്ലാതെ, അല്ലലില്ലാതെ, സന്തോഷത്തോടെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രണയ വിവാഹത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നൊരു കൗൺസിലർ വെല്ലുവിളിക്കുമ്പോ എന്റെ പ്രിയമുള്ള ശബ്ദം ശവിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, എല്ലാം തുടക്കത്തിലൊരു സുഖമാണ്. പക്ഷേ അതിന്റെ അണ്ടിയോടടുക്കുമ്പോ പുളി അറിയും. നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലെ? അങ്ങനല്ലേ? ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ എല്ലാ രസമാണ്. കല്യാണം കഴിഞ്ഞിട്ട് കൂടെ ജീവിക്കുമ്പോഴാ പഴച്ചോൻ ഇത് വേണ്ടായിരുന്നു, ഉപ്പ് നല്ല ഒന്ന് നോക്കി തന്നിരുന്നു, തന്നെ മതിയായിരുന്നു, പെണ്ണ് പറയും, ആണും പറയും. അതുകൊണ്ട് വേണ്ട, പ്രണയ വിവാഹങ്ങൾ ഒരിക്കലും സക്സസ് ആവൂല. കാരണം അത് തുടങ്ങുന്നത് ഹറാമിൽ നിന്നാണ്. വെൽ ബിഗിനിങ് ഈസ് ഹാഫ് ഡൺ എന്നാണ്. നല്ല തുടക്കം അത് പകുതി വിജയിച്ചു എന്നാണ്. ഇത് നല്ല തുടക്കമല്ലല്ലോ, ഇത് ഹറാമായ തുടക്കമല്ലേ, പിന്നെ ഇങ്ങനെ പകുതി വിജയിക്കുക? തുടക്കം വിജയിക്കൂല. വെൽ ബിഗിനിങ് ഈസ് ഹാഫ് ഡൺ.
നല്ല തുടക്കമാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഹറാമായ ബന്ധങ്ങളില്ലാതെ, ഹറാമായ ചാറ്റിംഗ് ഇല്ലാതെ, സെക്സ്റ്റിംഗ് ഇല്ലാതെ, നോട്ടമില്ലാതെ, കേൾവിയില്ലാതെ, നമ്മുടെ വിരലുകൾ കൊണ്ടുള്ള മൂവ്മെന്റ്സ് ഇല്ലാതെ ഉമ്മയും ഉപ്പയും പ്രപ്പോസ് ചെയ്തു തരുന്ന നല്ലൊരു ബന്ധമാണെങ്കിൽ ആ ബന്ധത്തിലാണ് അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നത്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കി നടക്കല്ല, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ അല്ലാഹുവിന് ഇഷ്ടമല്ല. ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ അല്ലാഹുവിന് ഇഷ്ടമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, 5 അപകടങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ടെന്നാണ്. ഇത് കേൾക്കണേ, ഞാൻ നിർത്താണ്, ഇനി നിങ്ങൾ പോവല്ലേ, ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പോകാനൊക്കെ സമ്മതം തന്നു, ഇനി നിർത്താൻ പോകാൻ ഒരു കാലായി. സമയം ഒരുപാട് വൈകി. നമ്മുടെ കാസർഗോഡുള്ള ഒരു പ്രശ്നമാണിത്. 10 മണിയാവാതെ വേല തുടങ്ങൂല. എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ്. 10 മണിയാണ് വേല തുടങ്ങണമെങ്കിൽ. പിന്നെ മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുക. ചില ആളുകൾക്ക് കേൾക്കണം എന്നുണ്ടാകും, പക്ഷെ വൈകി 12 മണി, നാളെ ജോലിക്ക് പോകണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുണ്ടാകും. ഇത് മാറുമെന്ന് എനിക്കറിയില്ല, നമ്മുടെ നാട് മാറുമെന്ന് എനിക്കറിയില്ല. എല്ലാ സ്ഥലത്തും 9-9:30 ഒരു സ്ഥലത്തും വേല തുടങ്ങാറില്ല, ആൾക്കാർ വരാറില്ല. 8 മണിക്ക് തുടങ്ങിയാൽ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ണൂരൊക്കെ ജില്ലയിൽ പോയി 8 മണിക്ക് വേല തുടങ്ങും, 10 മണിയാകുമ്പോൾ വേല കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ തുടങ്ങുമ്പോൾ അവിടെ വേല കഴിഞ്ഞു. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലേക്ക് എത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സാന്ദർഭികമായി ഞാൻ ഉണർത്താണ്, ഈ വരുന്ന 10ഉം 11-നും ഉബ്രങ്ങളത്തിൽ വലിയൊരു വമ്പിച്ച് പരിപാടി നടക്കുകയാണ്. നിങ്ങളൊക്കെ ക്ഷണിക്കാൻ. 10-ാം തീയതി നമ്മുടെ സുബൈർ മാസ്റ്റർ തോട്ടിക്കലിന്റെ കഥാപ്രസംഗമാണ്. 11-ാം തീയതി നമ്മുടെ കേരളക്കരയിൽ ഏറ്റവും പ്രഗത്ഭനായ പ്രഭാഷകൻ മുസ്തഫ ഹുദവി ആക്കോട്, മുപ്പര് കാസർഗോഡ് ജില്ലയിലേക്ക് വരാതിരിക്കാനുള്ള ഒരു കാരണം ഇവിടെ തുടങ്ങുന്നത് 10 മണിക്ക് എന്നുള്ളതാണ്. മുപ്പര് നിങ്ങൾ കണ്ണൂർ പോയാൽ അറിയാം, ഒരു സെക്കൻഡ് വിശ്രമമില്ലാത്ത ഒരാളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മാതൃകയാക്കുന്ന ഒരു മനുഷ്യനാണ്. വല്ലാത്തൊരു മനുഷ്യൻ, വിനയത്തിന്റെയും തഖ്വയുടെ ഒക്കെ ഒരു വല്ലാത്തൊരു പ്രതീകമാണ്. അദ്ദേഹം ഇങ്ങോട്ട് വരാറില്ല, നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ്. അപ്പൊ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ അവിടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്താണ്. ഉബ്രങ്കളയിൽ 10-ാം തീയതി സുബൈർ മാസ്റ്റർ തോട്ടിക്കൽ, 11-ാം തീയതി നമ്മുടെ മുസ്തഫ ഹുദവി ആക്കോട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വിജയിപ്പിക്കുക, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 5 കാര്യങ്ങളുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ, 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളിലേക്ക് വരാനിരിക്കുന്നത് അപകടങ്ങളുടെ പൂമാലയാണ്. നോട്ട് പ്രതിസന്ധി മോഴി ഉണ്ടാക്കിയതല്ല, നമ്മൾ ഉണ്ടാക്കിയാണ്. അതാണ് ഈ ഹദീസ് പറയുന്നത്. നോട്ട് പ്രതിസന്ധി ഉണ്ടല്ലോ, സത്യത്തിൽ നോട്ട് പ്രതിസന്ധി കള്ളനോട്ട് പിടിക്കാനും കള്ളപ്രക്കാരെ പിടിക്കാനുമാണ്. 97% നോട്ടും തിരിച്ചെത്തിയെന്നാണ്. പിന്നാകെ 3% ഈ കള്ളനോട്ടൊക്കെ ഉള്ളത്. നാട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇത് അല്ലാഹു തരികയാണ് നമ്മൾക്ക്, നമ്മൾ ചോദിച്ചു വാങ്ങിയതാണ്. മോദിക്കൊന്നും ഇതിലൊരു റോളും ഇല്ല, ഒരു റോളും മോദിക്കില്ല. പടച്ചോന്റെ തീരുമാനമാണ്. അധികാരം നൽകുന്നത് അല്ലാഹുവാണ്. അധികാരം ഒരാളുടെ കൈകളിൽ നിന്ന് ഊരുന്നതും റബ്ബാൻ. അധികാരം നൽകുന്നത് അല്ലാഹു, ഊരുന്നത് അല്ലാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ മഅശറൽ മുജാഹിരീൻ, യാ മഅശറൽ മുഹാജിരീൻ, ഓ മുഹാജിരീങ്ങളുടെ കൂട്ടമേ, 5 ഖിസാലിൻ ഇദാ ബതുലീതും ബിഹിന്ന, 5 കാര്യങ്ങൾ നിങ്ങളിലുണ്ടായാൽ, 5 കാര്യങ്ങൾ നിങ്ങളിലുണ്ടായാൽ, വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, നിങ്ങളിലുണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. 5 കാര്യങ്ങൾ നിങ്ങളിലുണ്ടായാൽ, വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, നിങ്ങളിലുണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഒന്നാമത്തേത്, ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅലിനു ബിഹാ, പരസ്യമായി തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, അതാണ് പരസ്യമായി തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, ആണും പെണ്ണും പരസ്യമായിരുന്നിട്ട് സെൽഫി എടുക്കാൻ തുടങ്ങിയാൽ തന്നെ. കല്യാണ വേളകളിൽ, കല്യാണ മണ്ഡപങ്ങളിൽ കസിൻ ബ്രദേഴ്സ്, കസിൻ സിസ്റ്റേഴ്സ്, ഇങ്ങനൊരു സിസ്റ്റർ ഉണ്ട്, മൂത്താപ്പാന്റെ മകള്, അല്ലേ? നമ്മൾക്ക് എന്ത് ലാഘവത്തോടെ അതൊക്കെ നമ്മൾ കാണുന്നത്. നമ്മളൊക്കെ അതിൽ ഉത്തരവാദികളാണ്. നമ്മളതൊന്നും യാതൊരു മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ബൈക്കിലിരുത്തി കൊണ്ടുപോവാരെ മുത്താപ്പാന്റെ മകളെ, ഹറാമാണ്. കൈപിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക ഹറാമാണ്. സലാം പറയൽ ഒരു ഹറാമാണ്. നമ്മളിത് ശ്രദ്ധിക്കാറില്ല. എല്ലാം നമ്മളൊക്കെ അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. കോളേജിന്റെ ക്യാമ്പസുകളിൽ ഒരു ന്യൂ ഇയർ വരുമ്പോൾ, ഒരു ക്രിസ്മസ് വരുമ്പോഴേക്കും കൂടെ ഇരുന്നിട്ടൊരു സെൽഫി. ആരൊക്കെ ഇത്? മഹറമോ? ഇത് കസിൻ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഒന്നല്ല, കൂടെ പഠിക്കുന്ന സഹപാഠികളുടെ കൂടെ ഷോൾഡറിൽ കൈവച്ചിട്ട് ഒരു സെൽഫി, എന്നിട്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക. അല്ലാഹു വെറുതെ വിടുമോ? അല്ലാഹു വെറുതെ വിടുമോ?
അല്ലാഹു വെറുതെ വിടില്ല എന്റെ പൊന്നു സഹോദരിമാരെ. ഹറാമായിട്ടുള്ള ബന്ധങ്ങൾ തൊടലും ഹറാമല്ലേ, സ്പർശിക്കലും ഹറാമല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഏതെങ്കിലും അന്യ സ്ത്രീയുടെയോ അന്യ പുരുഷന്മാരുടെയോ ഷോൾഡറുമായി ടച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത്, ബന്ധപ്പെടുന്നതിനേക്കാളും നല്ലത്. ബസ്സിലൊക്കെ പോകുമ്പോ ഫ്രണ്ട് ഭാഗത്ത് കയറുന്ന ആളുകളുണ്ടോ? ഇനിയിപ്പോ ആരും ബസ്സിൽ കയറില്ലല്ലേ? ബസ്സിൽ കയറൽ കുറവാണ്, അതുകൊണ്ട് വലിയൊരു ശല്യമായിട്ടുണ്ടാവും. എല്ലാവരുടെ കയ്യിലും വണ്ടിയുണ്ട്, എല്ലാവരുടെ കയ്യിലും ബൈക്കുണ്ട്. വല്ലാത്ത തിരക്കുള്ള സമയങ്ങളിൽ സ്ത്രീകളുമായിട്ട് തട്ടിമുട്ടി നിൽക്കുന്ന ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മൻ വദഅ യദഹു അല ഇംറഅ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാമ്പസിൽ പഠിക്കുന്ന ചെറുപ്പക്കാരികളും വിദ്യാർത്ഥിനികളും ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരികളും കേൾക്കേണ്ട ഒരു വിഷയമാണ്. മൻ വദഅ യദഹു അല ഇംറഅത്തിൻ ലാ തഹില്ലു ലഹു. ഒരാൾക്ക് അനുവദനീയമല്ലാത്ത ഹറാമായ പെണ്ണിനൊരാൾ കൈ കൊടുത്താൽ ജാഅ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അയാൾ കടന്നു വരുന്നത് എങ്ങനെയെന്നറിയോ? മഗ്ലൂലതൻ യദഹു ഇലാ ഉനുഖിഹി, അവന്റെ രണ്ട് കൈകൾ കഴുത്തിലേക്ക് ബന്ധിച്ച് ആമം ചെയ്തിട്ടാണ് വരിക. കഴുത്തിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കൈയും പിടിച്ച് വരുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഇത് മറ്റേ കേസാണല്ലോ, ഇത് പെണ്ണുമായി ബന്ധപ്പെട്ട കേസാണല്ലോ. ഇങ്ങനെ പിടിച്ചിട്ട് വരിക മഹ്ശറിലേക്ക്. മഗ്ലൂലതൻ യദഹു ഇലാ ഉനുഖിഹി. ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചേക്ക്, അല്ലാഹു പുറത്തു തരട്ടെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി വരാനിരിക്കുന്ന കാലത്തേക്ക് ഇതൊക്കെ പറയണത്. അല്ലാഹു പുറത്തു തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിന്റെ ശരീരത്തിൽ നമ്മൾ സ്പർശിച്ചാൽ ജാഅ യൗമൽ ഖിയാമ മഗ്ലൂലതൻ യദഹു ഇലാ ഉനുഖിഹി, കയ്യാമം വെച്ചിട്ട് അല്ലാഹു കൊണ്ടുവരും. ഫഇൻ ഖബ്ബലഹാ, ഇരുളിന്റെ മറവിൽ, മതിലിന്റെയോ ചുമരിന്റെയോ കുറ്റിക്കാടിന്റെയോ മറവിൽ സ്ത്രീകളുമായിട്ടോ പുരുഷന്മാരുമായിട്ടോ ചുംബനം നടന്നാൽ, സ്നേഹത്തിന്റെ ചുംബനങ്ങൾ 2016 നമ്മളിലേക്ക് കടന്നു വരുമ്പോ കാപ്പാട് ബീച്ചിലും കോഴിക്കോട് ബീച്ചിലും മറീന ബീച്ചിലൊക്കെ വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കപ്പെടുകയുണ്ടായി ചുംബന സമരങ്ങൾ. അത് സമരമാണ്. നമ്മളറിയാത്ത പേഴ്സണലായിട്ട് സ്കൂളിലോ നാട്ടിലോ എവിടെയെങ്കിലും സ്റ്റാഫിനെയോ ജോലി നടക്കുന്ന സ്ഥലത്തോ ചുംബനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തിരിച്ചറിയും. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ രഹസ്യമായിട്ടായിരിക്കും, നാളെ നിങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് മറ്റേ കേസാണ്, ഇത് പെണ്ണിനെ ചുംബിച്ച ആളാണ്, ഇൻസൾട്ടാകും കോടാനക്കൂടി ആളുകളുടെ മുമ്പിൽ. അതുകൊണ്ട് തൗബ ചെയ്ത് മാപ്പ് ചോദിച്ചേക്ക്, അല്ലാഹു പുറത്തു തരട്ടെ, അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഇൻ ഖബ്ബലഹാ ഖുരിദത് ശഫതാഹു ഫിന്നാർ. അന്യ സ്ത്രീകളെ ഒരാൾ ചുംബിച്ചാൽ അവന്റെ ചുണ്ടിനെ അല്ലാഹു നരകത്താലുള്ള കത്രികകൾ കൊണ്ട് മുറിച്ചു മാറ്റും. ചുണ്ടുണ്ടാവൂല, രണ്ട് ചുണ്ടും മുറിച്ച് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോ ആളുകൾക്ക് തമാശയാക്കും. ഇതായിരുന്നു എനിക്ക് പണി, കുഴപ്പമില്ല, നല്ല വെള്ളക്കുപ്പായം വെള്ളത്തുണിയൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ പോലെ കഥകളൊക്കെ ഇട്ടിട്ടാണ് നടന്നത്. എന്തോ ഒരു പകൽമാനായിരുന്നു, ഇതായിരുന്നു അല്ലേ നിന്റെ പ്രവൃത്തി. ആളുകൾ പിടികൂടും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ സ്കൂളിൽ നടക്കുന്ന ഈ സെൽഫികളൊക്കെ പരസ്യമായി അല്ലാഹുവിനെ വെല്ലുവിളിക്കലാണ്. കല്യാണ മണ്ഡപങ്ങളിൽ നടക്കുന്ന ഫേസ്ബുക്കിൽ ഫോട്ടോ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക, വാട്സപ്പിൽ ഇങ്ങനെ പ്രചരിക്കുക. കണ്ടിട്ടില്ലേ? ഫോട്ടോ എടുത്തു. ചിലപ്പോൾ കുടുംബക്കാര് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പക്ഷേ മഹറമല്ലാത്ത കുടുംബക്കാരെടുത്തുണ്ടാകും, അതൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ ഫോണിൽ തന്നെയാണ്, നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളെ കുടുംബക്കാരെ തന്നെ, നമ്മുടെ മുത്താപ്പാന്റെ മക്കൾ, അളമാന്റെ മക്കള്, അളപ്പാന്റെ മക്കളൊക്കെ നാട്ടിലുണ്ടാകും. കല്യാണം നടക്കുമ്പോൾ ഒരു പക്ഷേ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു, അവരിങ്ങനെ സദസ് നിൽക്കുന്നുണ്ട്, അത് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഉണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഹറാം തന്നെയാണ്. അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹറാമല്ല എന്നല്ല പറഞ്ഞത്, അത് നമ്മൾ ഒഴിവാക്കാം. അത് നമ്മൾ ബന്ധപ്പെട്ട മുത്താപ്പാന്റെ അളപ്പാന്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്ന വിഷയമല്ല, സ്കൂളിൽ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കൂടെ സെൽഫി എടുത്തിട്ട് ഒരു പെണ്ണ് ഫേസ്ബുക്കിൽ ഇട്ടാൽ ഇതാരുള്ള വെല്ലുവിളിയാണ്? അല്ലാഹുവിനെ വെല്ലുവിളിക്കലാണ്. ഇത് കുടുംബക്കാരെ വെല്ലുവിളിക്കലാണ്, ദീനിനെ വെല്ലുവിളിക്കലാണ്. ഇതിന് മറുപടി പറയാൻ പെണ്ണിന് പറ്റുമോ? എത്ര പെണ്ണുങ്ങളുണ്ട് അങ്ങനെ പ്രൊഫൈൽ പിക്ചർ വെക്കുക? എത്ര പെണ്ണുങ്ങളുണ്ട് അങ്ങനെ? ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇത് വരാതിരിക്കട്ടെ, ഇത് വരാതിരിക്കട്ടെ. ഇത് വന്നാൽ അപകടമാണ്. എന്താണ് ഒന്നാമത്തേത്? ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു.
ഒരു സമൂഹത്തിൽ വിചാരവും മോശപ്പെട്ട പ്രവർത്തനങ്ങളും ഹറാമും പരസ്യമായാൽ ഇത് തന്നെ പരസ്യമായി കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കൂടെ ടൂർ പോവുക, കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കാറിൽ സഞ്ചരിക്കുക ഒരു മഹറമില്ലാതെ, കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കൂടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവുക ഒരു മഹറമില്ലാതെ, അന്യപുരുഷന്മാരുടെ കൂടെ പരസ്യമായി യാത്ര ചെയ്യൽ തന്നെ അള്ളാഹുവിനെ വെല്ലുവിളിക്കലാണ്. നമ്മൾക്കറിയാലോ അല്ലാഹു തആല പറഞ്ഞതെന്താ? യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. നബിയേ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നബിയേ. ആരോടൊക്കെ? ലി അസ്വാജിക നിങ്ങളുടെ ഭാര്യമാരോട്, വബനാതിക നിങ്ങളുടെ മക്കളോട്, വനിസാഇൽ മുഅ്മിനീൻ സ്ത്രീകളായ മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോടും പറഞ്ഞു കൊടുക്കണേ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന അവരുടെ മൂടടം താഴ്ത്തിയിടട്ടെ. മുഖം കാണിച്ച്, കൈകൾ കാണിച്ച്, ശരീരത്തിന്റെ അംഗലാവണ്യം കാണിച്ച് ഇറുകിയ വസ്ത്രം ധരിച്ച് ദയവ് ചെയ്ത് പുറത്തിറങ്ങല്ലേ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന അവരുടെ മൂടുപടം മുഖം കാണാതെ, ആളുകൾ കാണാതെ രീതിയിൽ മറച്ചു നടക്കട്ടെ. ദാലിക അദ്നാ അയ്യുറഫ്ന അതാണ് നിങ്ങൾക്ക് നല്ലത്. പെൺകുട്ടികളെ, ഏത് ഫെമിനിസ്റ്റുകളോ സ്ത്രീവാദികളോ തോന്നിവാസങ്ങളും വാരോലകളും നമ്മുടെ നാടുകളിൽ വിളിച്ചു പറയുമ്പോ അത് നിങ്ങൾ സംസ്കരിക്കാനുള്ളതല്ല. എന്തേ 2017 കടന്നു വരുമ്പോ ബാംഗ്ലൂരിന്റെ തെരുവോരങ്ങളില്, ബാംഗ്ലൂരിന്റെ പട്ടണങ്ങളില് രാത്രികാലങ്ങളിൽ പീഡനങ്ങളുടെ കഥകൾ നടന്നത്, പീഡനങ്ങളുടെ പരമ്പരകൾ നടന്നത് വെറുതെയാണോ? നടന്നിട്ടില്ലേ? 2017 ഹാപ്പി ന്യൂ ഇയറായി ഒരു പുതുവത്സരമായി ആഘോഷിച്ച് വീട്ടിലേക്ക് കടന്നു വന്ന 100 കണക്കിന് പെണ്ണുങ്ങളിൽ ഒരു 10% പെണ്ണുങ്ങളെങ്കിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? എന്തേത് നടന്നത്? അവരുടെ വേഷവിധാനങ്ങളല്ലേ, അവരുടെ വേഷവിധാനങ്ങളല്ലേ ഇങ്ങനെ നടക്കാനുള്ള കാരണം? അതാണ് അല്ലാഹു തആല പറഞ്ഞത് യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന അവരുടെ വസ്ത്രം ഇറുകിയ ടൈറ്റ് ഫിറ്റ് ജീൻസ് ആൻഡ് ടീഷർട്ട് ഇതൊക്കെ ഇട്ട് നടക്കണ്ട. അപ്പൊ ആളുകൾക്കൊന്ന് തൊട്ടാലെന്ന് തോന്നും. അങ്ങനെയാണ് സ്കിൻ ഫിറ്റ് ജീൻസ് ഒക്കെ ഇട്ട് നടക്കുക, ശരീരത്തിന്റെ ഭംഗിയുള്ള അവയവങ്ങളൊക്കെ ഇങ്ങനെ തുറിച്ചു നിൽക്കുക. അപ്പൊ ആളുകൾക്കൊന്ന് തൊട്ടാലെന്തേ, ഒന്ന് മിണ്ടിയാലെന്തേ? ഇവിടെ കാണുമ്പോൾ തന്നെ തോന്നി ആ പെണ്ണ് ശരിയല്ല, ഇതിന്റെ പിന്നിൽ കൂടെ നമുക്ക് എന്താ പറ്റും, വളക്കാൻ പറ്റും. ഡ്രസ്സ് കാണുമ്പോൾ ചെറുപ്പക്കാർക്ക് മനസ്സിലാകും ഈ പെണ്ണിനെ വളക്കാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് പർദ്ദയൊക്കെ ഇട്ട് നല്ല കണ്ണൊക്കെ ഇട്ട് നല്ല കയ്യുറക്കെ ഇട്ട് അച്ചടക്കത്തിൽ താഴോട്ട് നോക്കി നടക്കുന്ന ഒരു പെണ്ണിന്റെ ബാക്കിൽ ഒരു ചെറുപ്പക്കാരന് പോകില്ല. കാരണം ഇതിന് പെട്ടെന്ന് വളക്കാൻ പറ്റൂല, വെറുതെ എന്ത് സമയം കളയുന്നത്. അങ്ങനെ ചെറുപ്പക്കാരൻ ചിന്തിക്കുക. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു